ഹലോ ഗായ്സ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയ ഗവൺമെൻറ് വീണ്ടും റിക്രൂട്ട്മെൻറ്റിന് ഒരുങ്ങുന്നു. അതായത് ഓസ്ട്രേലിയ ഗവൺമെൻറ് അല്ല, ഓസ്ട്രേലിയ എന്ന കൺട്രിയിലത്തെ ക്യൂൻസ്ലാൻഡ് എന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ദിസ് ടൈം ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് ഒരുങ്ങുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓസ്ട്രേലിയക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർക്കോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സിലുള്ള ആൾക്കാരെയാണ് അവർ വിവിധ നാഷണാലിറ്റിയിൽ നിന്ന് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് ഒരുങ്ങുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഉൾപ്പെടെ നിങ്ങളത് കാണിക്കാം. അതായത് ഇൻ്റർനാഷണൽ അലൈഡ് ഹെൽത്ത് ടാലൻറ്റ് പൂൾ എന്ന ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് ഗവൺമെൻറ് ആണിത് ഇപ്പോൾ അത് റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 30 അപ്പോൾ അവർ 1 മന്ത് 2 മന്ത്സും കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത്ര ആളെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ സെലക്ഷൻ പ്രോസസ്സിൽ വന്ന കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അവരത് 2 മന്ത്സിലേക്ക് ഡിലേ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 30, 2025 വരെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെ അത് അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതിൽ തന്നെ ഓസ്ട്രേലിയ ഗവൺമെൻറ് അല്ല, ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് ആണ്, ബ്രിസ്ബെയിൻ എന്ന സിറ്റിയിലത്തെ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് ആണ് ഇത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പം അതായത് ഇപ്പോൾ നേഴ്സുമാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതൊരു RN ആയിട്ടല്ല, ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടല്ല അവർ ഇത് ചെയ്യുന്നത്. ഇതൊരു ടാലൻറ്റ് പൂളാണ്. ഓസ്ട്രേലിയക്കുള്ള ഒരു പാത്ത് വേ ആയിട്ട് മാത്രമേ ഇത് കാണാവുള്ളൂ. അതായത് ഇൻ്റർനാഷണൽ അലൈഡ് ഹെൽത്ത് ടാലൻറ്റ് പൂൾ ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് ആണ് ഇവർ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നടത്തുന്നത്. അപ്പം അതിൻ്റെ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് അലൈഡ് ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ സപ്പോർട്ടാണ്. ജസ്റ്റ് ഒരു സപ്പോർട്ട് ഇത് മാത്രമായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, രജിസ്റ്റേർഡ് നേഴ്സൊക്കെ ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ OET ഒക്കെ ക്ലിയർ ചെയ്യണം. പിന്നെ അതിൻ്റെ വേറെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഫർദർ ഉണ്ട്. ഇതിപ്പോൾ അങ്ങനെ കാണരുത്. ഇത് ജസ്റ്റ് ഒരു പാത്ത് വേ ആയിട്ട് മാത്രമേ കാണാവൂ. ഇതൊരു ടാലൻറ്റ് പൂളാണ്. ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് പൊസിഷനിലേക്കാണ് ഇപ്പോൾ അവർ കോൾ ചെയ്തിരിക്കുന്നത്. വർക്ക് പ്ലേസ് ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ബ്രിസ്ബെയിൻ, ഇന്നർ സിറ്റി, നോർത്ത് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇയർലി സാലറി എന്നൊക്കെ പറയുന്നത് തന്നെ $79 $79,000 to $151,000 വരെയൊക്കെയാണ് ഇയർലി സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അവർ ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് ചെക്ക് ദാറ്റ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കൊക്കെയാണ് അവർ വിളിക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡെൻറ്റിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടെന്ന് വെച്ചാൽ ATS ഫ്രണ്ട്ലി CV നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ATS ഫ്രണ്ട്ലി CV വെച്ചിട്ട് മാത്രമേ അത് അപ്ലൈ ചെയ്യാവുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇപ്പം മെജോറിറ്റി കമ്പനീസും നമ്മളെ ഹയർ ചെയ്യുന്നത് നമ്മുടെ CV വെച്ചിട്ടാണ്. ആ CV ആദ്യമേ സെലക്ട് ചെയ്യുന്നത് ഒരു ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു AI വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു വേറെ ATS ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ഉള്ള ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അവർ നമ്മുടെ റെസ്യൂം അവർ സോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു CV ആയിരിക്കണം. സോ അത് വെച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മുടെ ജോബിൻ്റെ ക്രൈറ്റീരിയയും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള PDF കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ആ സൈറ്റിൽ ഞാൻ ആ സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യമേ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനപ്പോൾ നേരെ സ്ക്രീൻ റെക്കോർഡിങ് നിങ്ങളെ കാണിക്കാം. ഇതാണ് അവർ ഒഫീഷ്യൽ സൈറ്റ്. ഞാൻ ഈ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ദാറ്റ്. അപ്പം ഇതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടും. എന്താണ് ക്രൈറ്റീരിയ, നിങ്ങൾ ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും, ജോബ് ലൊക്കേഷൻ വരുന്നത്, ജോബ് പൊസിഷൻ വരുന്നത്, എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ജോബ് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് ഗവൺമെൻറ് ആണ് ഇത് ചെയ്യുന്നത്. വർക്ക് പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. റെഫറൻസ് കൂടെ ഉണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 30. ഇയർലി സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോബ് ഡ്യൂറേഷൻ വേരിയബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. പിന്നെ കോൺടാക്ട് ചെയ്യേണ്ട ടീം എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കെയർ ടീമിനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അവരുടെ ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇമെയിൽ ചെയ്ത് നോക്കാം, അവർ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഓരോ ജോബ്സിന് വരുന്ന കോഡ്സും കാര്യങ്ങൾക്കും അതിൻ്റെയൊക്കെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഡ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം, ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും. പിന്നെ നമുക്ക് വേണ്ട നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തീർച്ചയായും
തീർച്ചയായിട്ടും അത് വായിച്ച് നോക്കാവുന്നതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും. എൻ്റെ ഓരോന്നിൻ്റെ സാലറി പാക്കേജും ഓരോന്നിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവരവർ ഡീറ്റെയിൽഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ആൻഡ് മാനേജ്മെൻറ്റ്, ക്ലിനിക്കൽ എല്ലാം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് വായിച്ച് നോക്കുക തീർച്ചയായിട്ടും. ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും CV-ൻ്റെ ഫോർമാറ്റും ഒക്കെ എങ്ങനെയായിരിക്കണം എന്നും ഒക്കെ ഇവർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് അപ്ലൈ ഓൺലൈൻ ത്രൂ കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഫർദർ നമ്മൾ പോകേണ്ട കാര്യങ്ങൾ, ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ആ ഇമെയിൽ തന്നെ ആയിരിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ അത് ചെയ്യാതിരിക്കേണ്ടത്. അപ്പം അത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓർത്തിരിക്കുക, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു CV നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടുണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന പക്ഷം തന്നെ നിങ്ങളെ റിജക്റ്റായി പോകും. ATS ഫ്രണ്ട്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് നിങ്ങളുടെ CV-ന്ന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ബാക്കിയൊക്കെ തന്നെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇടേണ്ട എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായും ചെക്ക് ദാറ്റ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.